ജിൻ ഷിൻ ജുത്സു ഒരു മാർഷൽ ആർട്ടിൻ്റെ പേര് കേൾക്കുന്നവർ തോന്നിയല്ലേ? പക്ഷേ ഇതൊരു ജാപ്പനീസ് സെൽഫ് ഹെൽപ്പ് ടെക്നിക്കാണ്. നമ്മുടെ സ്ട്രെസ്സും നെഗറ്റീവ് ഇമോഷൻസും ഓവർകം ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ഷിൻജിൻ ജുത്സു എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മുടെ ശരീരത്തിലെ എനർജി മെരീഡിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ചാനൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ സങ്കല്പിക്കുക. ഈ ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന എന്തെങ്കിലും ബ്ലോക്ക്, അത് ഒരു ഡിസ്ട്രെസ്സോ അസഹ്യതയോ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഡിസ്കംഫർട്ടോ ടെൻഷനോ അസുഖങ്ങളോ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ അക്യുപ്രഷർ എന്ന് കേട്ടിട്ടില്ലേ? അക്യുപ്രഷറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കേജസിനെല്ലാം മാറ്റിക്കളയും. റിലീഫ് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അത് ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളുമാണെന്ന്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വേർഷൻ നമുക്കിന്ന് കാണാം. ഒരുപാട് എനർജി മെരീഡിയൻസ് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ശരീരത്തിലൂടെ എല്ലാം പോകുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം നമ്മുടെ ഫിംഗേഴ്സും കൈയും ഉള്ള എനർജി മെരീഡിയൻസിന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഫിംഗേഴ്സിനെയൊക്കെ ചില പ്രത്യേക രീതിയിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഈ എനർജി മെരീഡിയൻസിലെ ബ്ലോക്കേജ് മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏത് കൈ ആയാലും മതി, നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ തമ്പ് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. ഒരുപാട് ടൈറ്റും ആക്കണ്ട, ഒരുപാട് ലൂസും ആക്കണ്ട. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഫീൽ ഒന്ന് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഒരു 3 ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ ഡീപ്പ് ചെയ്യുക, എക്സേലും ഡീപ്പ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് എക്സ്ഹേൽ ചെയ്യുക. അതല്ലെങ്കിൽ കയ്യിലൊരു പൾസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഈ തമ്പിൻ്റെ ഒരു പൾസ് ഈ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ 1-2 മിനിറ്റ് അങ്ങനെ നിൽക്കുക. ഇത്രയും. തമ്പെന്ന് പറയുന്നത്, ഈ തമ്പിൽ ഇങ്ങനെ പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയെ മാറ്റാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഡെക്സ് ഫിംഗറിലേക്ക് പോവുക. ഇവിടെയും ഇങ്ങനെ മുറുക്കെ പിടിക്കുക. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പം ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് എക്സ്ഹേൽ ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഇൻഡെക്സ് ഫിംഗറിൻ്റെ അല്ലെങ്കിൽ ചൂണ്ടുവിരലിൻ്റെ പൾസ് ഈ കയ്യിൽ വരുന്ന പോലെ നമ്മൾ മുറുക്കെ പിടിക്കുക. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ മുറുക്കെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിയർ ഡിസ്പെൽ ചെയ്യാനാണ്, നമ്മുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡെക്സ് ഫിംഗർ, ഈ മിഡിൽ ഫിംഗറിലേക്ക് പോകാം. നടുവിരലിൽ നമ്മളിങ്ങനെ പിടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അല്ലെങ്കിൽ പൾസേറ്റിംഗ് സെൻസേഷൻ വരുന്നവർ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ മിഡിൽ ഫിംഗറിൽ ഇങ്ങനെ പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആങ്കർ, ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഹാൻഡിയാണ്. ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആങ്കറോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനോ ഉണ്ടായി കഴിഞ്ഞാൽ പതുക്കെ ആരും കാണാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇനി റിംഗ് ഫിംഗർ, മോതിരവിരലിലേക്ക് പോവുക. മോതിരവിരലും ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക, മുറുക്കെ പിടിക്കുക. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതല്ലെങ്കിൽ പൾസേറ്റ് വരുന്നവരെ ഫീൽ ചെയ്യുക. അതല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 മിനിറ്റോളം ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഈ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ സാഡ്നെസ്സിനെ അല്ലെങ്കിൽ വിഷാദത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ വിരലിൽ ഇങ്ങനെ പിടിക്കുന്നത്. ഇനി പിങ്കി ഫിംഗറിലേക്ക്, അതായത് ചെറുവിരലിലേക്ക് ചെല്ലുക. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് എക്സ്ഹേൽ ചെയ്യുക. അതല്ലെങ്കിൽ ഈ ചെറുവിരലിൻ്റെ പൾസ് നമ്മുടെ ഈ കയ്യിൽ ഫീൽ ചെയ്യുന്നവരെ ഇറുക്കി പിടിക്കുക. ഒരുപാട് ഇറുക്കണ്ട, ഒരു മയത്തിന് ഇറുക്കി പിടിക്കുക. ഈ പിങ്കി ഫിംഗറിൽ നമ്മൾ 1-2 മിനിറ്റും കൂടെ പിടിച്ചുകൊണ്ടിരിക്കുക. ഈ പിങ്കി ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു നെർവസ്നെസ് വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഷുവർ അല്ലാതെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ മേലാതെ വരുമോ, കോൺഫിഡൻസ് ഇല്ലായ്മ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വളരെ മാറ്റം വരും. കാരണം ഇത് അക്യുപ്രഷറിൻ്റെ ബേസിലാണ് വരുന്നത്. ഇനി ഇത് തീർന്നില്ല. കൺക്ലൂഡ് ചെയ്യുന്നതിനൂടെ നമ്മൾ നമ്മുടെ പാമിൽ, അതായത് കൈ പത്തിക്കകത്ത് ഇങ്ങനെ തന്നെ പിടിക്കുക. ഈ പിടിക്കുന്ന 3 ഡീപ്പ് ബ്രീത്ത് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പൾസ് വരുന്ന പോലെ ഫീൽ ചെയ്യാം. അതും അല്ലെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇത് ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. So until we meet next time with another video, stay happy, keep smiling, bye bye.